പ്രമീള ഞെട്ടി ഉണർന്നപ്പോൾ യാദവ് അരികിലില്ല. അപ്പുറത്തുനിന്ന് മുത്തശ്ശിയുടെ പല്ലില്ലാ ചിരിയുടെ ശബ്ദവും കുട്ടികളുടെ കലമ്പലും. കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ മുത്തശ്ശി ഒരുങ്ങുകയാണ്. പതിവുള്ളതാണ്. സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങും. പിൻവാതിലിലൂടെയാണ് വരവും പോക്കും. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പ്രമീള സമയം തിട്ടപ്പെടുത്തി. ഒറ്റച്ചേല ശരിയാക്കി മുറിയിൽ നിന്നും പുറത്തു കടന്നു. ഉറങ്ങിപ്പോയി അല്ലേ? രാധികയാണ് എതിരേറ്റത്. അതെ. എല്ലാവരും എഴുന്നേറ്റില്ലേ? ഉവ്. പക്ഷേ ആർക്കും ഒരു ഉന്മേഷവുമില്ല. അതെന്താ? ഞാൻ പോകുന്നില്ലെന്ന് നിശ്ചയിക്കാം, ചിരിച്ചുകൊണ്ടാണ് പ്രമീള പറഞ്ഞത്. നേരോ? അല്ലാതെ. രാധിക പ്രമീളയെ കെട്ടിപ്പിടിച്ചു. പിടിവിട്ടു കോണിപ്പടികൾ ചാടിയിറങ്ങി. ഓടി വിളിച്ചു പറഞ്ഞു, പ്രമീള ബഹൻ പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. യാദവ് വളരെ പതുക്കെ അമ്മയെ സമീപിച്ചു. അമ്മ എങ്ങോട്ടാ പോണത്? അവനെ വാരിയെടുത്ത് പ്രമീള ചോദിച്ചു. നമ്മൾ എവിടെ പോകാൻ? ഇതല്ലേ നമ്മുടെ വീട്. യാദവ് പിടിപിടിപ്പിച്ച് താഴെ ഇറങ്ങി. നമുക്ക് പോവാം. എന്നെയും കൊണ്ടോണം. നമുക്ക് ഈ വീട് വേണ്ട. അതെന്താ വേണ്ട? ഓ യാദവോ എന്ന മീരാ മുത്തശ്ശിയുടെ വിളി കേട്ട് മറ്റെല്ലാം മറന്ന് അവൻ ഓടി. ഇതാ വന്നു. ഗോപികമാർ കുളിച്ചൊരുങ്ങുന്ന തിരക്കിലാണ്. രണ്ടാം നിലയിലെ വരിവരിയായുള്ള കുളിമുറികളിൽ ഓരോന്നിലും 2ഉം 3ഉം പേർ ചേർന്നാണ് കുളി. ഉച്ചയുറക്കമുണരുമ്പോൾ നേരം വൈകും. പിന്നെ ഒരു നെട്ടോട്ടമാണ്. പരസ്പരം പുറം തേച്ചും ചിരിച്ചും കളിച്ചും കുളി. ബഹൻ പോകുന്നില്ലെന്ന വാർത്തയുടെ സന്തോഷവും കൂട്ടത്തിൽ ഒരാൾ കൂറുമാറിപ്പോയതിൻ്റെ ദുഃഖം പോലും ഈ സന്തോഷവാർത്തയുടെ ഓളത്തിൽ എല്ലാവരും മറന്നു. പ്രമീള ബഹൻ്റെ നിസ്വാർത്ഥതയും നിഷ്പക്ഷതയും കുറ്റമറ്റതാണ്. ഭക്തിയുടെ കാര്യത്തിൽ പ്രമീളയെ കവച്ചുവെക്കാൻ അധികം ആരുമില്ല. അനിയത്തിമാരായാണ് ഗോപികമാരെ കാണുന്നത്. ഗുരുവും ഉപദേഷ്ടാവും നേതാവും എല്ലാം പ്രമീള ബഹനാണ്. ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ ഭഗവത് നാമമുരുവിട്ട് ബഹൻ ഉറക്കമിളച്ച് ശുശ്രൂഷിച്ചു. ആർക്കെങ്കിലും മനസുഖമില്ലാതെ കണ്ടാൽ കാരണം തിരക്കി പരിഹാരം കണ്ടുപിടിച്ചു. കണക്കുകളും കാശും കൃത്യമായി സൂക്ഷിച്ചു. എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു. ഒരു പരാതിയും പ്രമീള ബഹൻ പറഞ്ഞില്ല. ആരെയും ശാസിച്ചില്ല. ബഹൻ്റെ ക്ഷമയ്ക്ക് അതിരില്ല. ശുണ്ഠിയെടുത്ത് കണ്ടിട്ടേയില്ല.